അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തനി നാടൻ രൂപത്തിലുള്ള ഒരു മഹേഷിൻ്റെ പ്രതികാരത്തിലെ കുമ്പളപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് സാധനം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ എടനാന്നാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ പട്ട ഉണ്ടല്ലോ, ആ പട്ടയുടെയൊക്കെ ഒരു അനിയനാണെന്നുണ്ടെങ്കിൽ പറയാം. അതായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇതിൻ്റെ തോലും അതുപോലെ ഇതിൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് കറികളിലൊക്കെ ഇട്ടാലും അല്ലെങ്കിൽ അട ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു സാധനം നമ്മൾ പാഴാക്കാൻ പാടില്ല. അടിപൊളി. ഇതൊക്കെ നമുക്ക് ഔഷധ ഗുണമുള്ള സാധനമാണ്. പഴയ കാരണവന്മാർ പറയാറില്ലേ, ചക്കയൊക്കെ A to Z ഫലപ്രദമാണ്. ഇതിൻ്റെ ഒരു സാധനം കളയാൻ കൊള്ളൂല. മടൽ ഇടാൻ പറ്റും, മടൽ വരെ തിന്നോളാം. നമ്മുടെ ചക്ക നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കുനുകുനാന്ന് നമുക്ക് അരിയാം. ഇപ്പം ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള അത് ഗുണിച്ചെങ്കിൽ നമുക്ക് നമ്മുടെ കുമ്പളപ്പത്തിൽ നമുക്ക് കടിച്ച് തിന്നാം. നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതായത് ആ ഒരു ചെറിയൊരു നല്ല മധുരവും അതുപോലെ തന്നെ ആ ചെറിയൊരു പുളിപ്പും എല്ലാം കിട്ടും നമുക്ക്. സാധാരണ വരട്ടിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിന് വിപരീതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വെറൈറ്റി വേണ്ട എന്തിനും നമുക്ക്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കര നമുക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞിടാം. നമുക്കൊന്ന് ഉരുക്കണം. ശർക്കര ഉരുകി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാം. അരിപ്പൊടി അതുപോലെ തന്നെ ചക്ക, ഏലക്ക എല്ലാം കൂടെ കയറ്റി മിക്സാക്കി കഴിഞ്ഞാൽ നേരെ നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് നേരെ അടപ്പത്തേക്ക് കയറ്റാം. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം ഒഴിച്ച് മതി, കാരണം ബാക്കി നമുക്ക് ശർക്കര ഉരുകി റെഡി ആയിക്കോളും. ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ അലൂമിനിയത്തിൻ്റെ പാത്രം ചെയ്ത് കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കും. നമ്മുടെ സാധനമൊക്കെ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 3 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ആ 3 ഏലക്ക അവിടെ കീറിയിട്ട് കൊടുക്കുക. നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇളക്കി കൊടുക്കുക. നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഓരോന്ന് സാധനം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് തേങ്ങ. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു തേങ്ങ എടുത്തേക്കണത്, 1 കിലോ പൊടിക്കുള്ളതാണ് എടുത്തേക്കണത് തേങ്ങ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നല്ല മണം വന്നു തുടങ്ങി.
നമ്മുടെ ചക്കയും അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയും ഇതൊക്കെ ഇട്ടത് നമ്മൾ വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് ഈ അരിക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് നമ്മുടെ കുത്തരി മേടിക്കൊണ്ടല്ലോ, ആ കുത്തരി വെച്ച് നനച്ച് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ 1 മണിക്കൂർ മാക്സിമം 1 മണിക്കൂറോളം നമ്മൾ ഇത് ഉണക്കി വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള മിക്സി തന്നെ ഒന്ന് പൊടിച്ചെടുത്താണ് ഞാനിത്. നല്ല തരി പോലെ ഇരിക്കുന്ന പൊടിയാണ് ഉണ്ടാ. ഈ പൊടി വെച്ച് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നിങ്ങൾ പറ്റുമോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത് വെച്ച് തന്നെ പുട്ടുണ്ടാക്കിയാൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പുട്ട് വേണമെങ്കിൽ പുട്ടും ഉണ്ടാക്കുക, അടിപൊളിയാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ പ്രാവശ്യം. അപ്പോൾ നമ്മൾ അരിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓട്ടെ നിങ്ങൾ റേഷനരി മേടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇടനയിലായിട്ട് കയറ്റി കുമ്പളപ്പം ആക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇടനയുടെ എല്ലാം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഓരോന്ന് നമുക്ക് ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ഇടനയുടെ ഇല എടുത്തിട്ട് നമുക്ക് കുമ്പളപ്പം ആക്കാം. ഇതൊക്കെ നമ്മുടെ വാട്ടി വെച്ചേക്കുന്ന പൊടിയൊന്ന് ചൂടാറും. അപ്പോൾ നമ്മുടെ പൊടി നമ്മുടെ ഏകദേശം ചൂടൊക്കെ അറിയിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്, നല്ല കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇതാണ് ഇടനയുടെ ഇല. അപ്പോൾ ഇത് നമ്മൾ വെറുതെ കുമ്പിൾ കുത്തുക, സാധാരണ രീതിയിൽ തന്നെ നമ്മുടെ പേപ്പറൊക്കെ കുമ്പിൾ കുത്തുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കുമ്പിൾ കുത്തുക. കണ്ടാ, സിമ്പിളായിട്ട് ഇതാണ്. വെറുതെ ചുമ്മാ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ കാണിക്കുക. കണ്ടാ, അപ്പോൾ കുമ്പിളായി നമ്മുടെ സാധനം. അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവം നിറയ്ക്കുക. കണ്ടാ, ചുമ്മാ നിറക്കുക. എന്നിട്ട് ഈ ഇല ചുമ്മാ ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. ഇതിൻ്റെ തണ്ട് പരിപാടി തീർന്നു. കണ്ടാ, ഇത്രേ ഉള്ളൂ സംഭവം, വേറെ ഒന്നുമില്ല ഇതിനകത്ത് നമുക്ക്. അതേപോലെ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഡ്ഡലിച്ചെമ്പ് നമുക്ക് കയറ്റാം. നമ്മുടെ അടപ്പത്ത് പച്ചമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം, തിളക്കട്ടെ എന്ന്. അടപ്പം ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. അത് നമ്മുടെ ആവിയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ കുമ്പളപ്പം വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഗ്യാപ്പിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കുമ്പളപ്പം ആയത് നമുക്ക് പൊക്കി നോക്കാം. എയറോട് ടൈറ്റായി. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത്. ഇലയുടെ കളറൊക്കെ മാറിക്കഴിഞ്ഞാൽ ഏകദേശം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സാധനം ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം അല്ല, നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത കുമ്പളപ്പം നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തത് നമ്മൾ വെക്കണതാണ്. അപ്പോൾ നമ്മുടെ കുമ്പളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു കട്ടൻ ചായയും കൂട്ടി നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഫിനിഷായി. ഇത് നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചൂടാറി വരുന്നതേ ഉള്ളൂ.
നമ്മുടെ ചക്കയുടെ പീസ് കിടക്കണണ്ട, അത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിസ്സാര സാധനങ്ങൾ മതി. അതുപോലെ തന്നെ ചക്ക കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ചക്ക തന്നെ വേണമെന്നില്ല, നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിലും അങ്ങനെ ഈ പറഞ്ഞ അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ റേഷൻ അരി വെച്ചാണ് ഉണ്ടാക്കിയത്. സാധാ അരിപ്പൊടി വെച്ചും എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാം. ഇതൊരു വൈകുന്നേരത്തെ ഒരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി, നല്ല എന്താ പറയുക, ഹെൽത്തിയായ ഒരു ഡിഷ് തന്നെയാണത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഒരു കട്ടൻ ചായ കുടിച്ച് അടിപൊളി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.